ഹലോ അസ്സലാമു അലൈക്കും. അജൂസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കോഴികളിൽ മുട്ട ഉൽപ്പാദനം കൂട്ടാനുള്ള കുറച്ച് മാർഗങ്ങളെക്കുറിച്ചും കാൽസ്യം ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് പരസ്പരം തൂവൽ കൊത്തി കഴിക്കുക, ശരീരം കൊത്തി മുറിവേൽപ്പിക്കുക, മുട്ട കൊത്തി കൊടുക്കുക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. മുട്ട ഉൽപ്പാദനത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കോഴികൾക്ക് 60% മുട്ട ഉൽപ്പാദനത്തിനായി കാൽസ്യം സ്വീകരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ നിന്ന് തന്നെയാണ്. ബാക്കി 40% മാത്രമേ അവരുടെ ശരീരത്തിലെ അസ്ഥിയിലായിട്ട് ശേഖരിച്ച് വെച്ചിട്ട് ഇരിക്കുന്ന കാൽസ്യം ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെയാണ് ഓരോ മുട്ടയും ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ കാൽസ്യത്തിൻ്റെ അളവ് നല്ല രീതിയിലുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അയച്ചിട്ട് വളർത്തുന്ന കോഴികൾക്ക് 3 മാസം കൂടുമ്പോൾ കൃത്യമായിട്ട് വിരമരുന്ന് കൊടുക്കണം. ഞാൻ അൽബോമാറാണ് കൊടുക്കൽ, 4 തുള്ളി വീതം വലിയ കോഴികൾക്ക്. ഈ വിരശല്യം എന്ന് പറയുന്നത് മുട്ട ഉൽപ്പാദനത്തെ കാര്യമായിട്ട് ബാധിക്കും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മുട്ടയിടാനായ കോഴികൾക്ക് ഗോതമ്പ് ഒരുപാട് കൊടുക്കുന്ന ശീലം നമുക്കിടയിലൊക്കെ ഉണ്ട്. ഗോതമ്പ് കൊടുക്കാം, ഞാനും കൊടുക്കാറുണ്ട്. പക്ഷേ അത് തന്നെ കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ കോഴിയുടെ മുട്ടസഞ്ചിയിൽ നെയ്യ് അടിഞ്ഞുകൂടി കോഴി മുട്ടയിടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഗോതമ്പ് കൊടുക്കുകയാണെങ്കിൽ തന്നെ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് മുളപ്പിച്ചോ അല്ലെങ്കിൽ മുള ആവാനാകുമ്പോൾ ഒക്കെ കൊടുക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഡയറക്റ്റായിട്ട് കൊടുക്കാതിരിക്കുക. ഇനിയിപ്പോൾ ഏതൊക്കെ രീതിയിൽ കൊടുക്കുകയാണെങ്കിലും ഒരു പരിധിയിലധികം ചോറും ഗോതമ്പും ഒന്നും കൊടുക്കാതിരിക്കുക. അതായത് മുട്ടയിടാനായ കോഴികൾക്ക് കേട്ടോ. പിന്നെ നെയ്യ് കെട്ടി എന്ന് തോന്നുകയാണെങ്കിൽ ചൂടുള്ള ചോറിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഒരു 2-3 ദിവസം കൊടുക്കുകയാണെങ്കിൽ നെയ്കെട്ടന് മാറിക്കിട്ടും. അത് നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് കാലം മുട്ടയിട്ട് പിന്നെ നിന്ന് പോയ കോഴികളുണ്ടല്ലോ, അങ്ങനത്തെ കോഴികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് നെല്ല് പോലെയുള്ള ഐറ്റംസാണ്. അതായത് നെല്ലിൻ്റെ തവിട്, ഉമി എന്നിവ. ഇത് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയ നെയ്കെട്ടലും മാറും, മുട്ട ഉൽപ്പാദനം കൂടുകയും ചെയ്യും. പിന്നെ നാടൻ രീതിയിൽ നോക്കുകയാണെങ്കിൽ പപ്പായ ഇല, മുരിങ്ങയില എന്നിവയൊക്കെ കൊടുക്കുക. ഈ പപ്പായ ഇല എന്ന് പറയുന്നത് വൈറ്റമിൻസിൻ്റെ ഒരു കലവറ തന്നെയാണ്. കോഴികളിലെ വിരശല്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും നല്ലതാണ് പപ്പായയില, അതുപോലെ മുരിങ്ങയിലയും. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കാൽസ്യം ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടിനും ഏറ്റവും എളുപ്പമുള്ള മാർഗം നീറ്റുകക്ക നീറ്റിയതിന് ശേഷമുള്ള പൗഡർ കുറച്ച് വെള്ളത്തിൽ കലക്കി അതിൻ്റെ തെളിവെള്ളം അവരുടെ കുടിവെള്ളമായിട്ട് കൊടുത്താൽ മതി. ഒരിക്കലും കുമ്മായം ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. അത് വയറ്റിൽ പൊള്ളലും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകും. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മടിയുള്ളവർക്ക് വേറെ ട്രിക്ക് പറഞ്ഞുതരാം. അതായത് ഒരു കാൽസ്യം പൗഡറുണ്ട്, അഗ്രിമിൻ ഫോർട്ട്. ഇത് മെഡിക്കൽ ഷോപ്പിൽ നിന്നും വാങ്ങിയിട്ട് നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്ന ഫുഡിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിന് കൊടുക്കേണ്ട അളവൊക്കെ പാക്കറ്റിന്മേലുണ്ടാവും. പിന്നെ ഇത് തൂവൽ പോയ കോഴികൾക്ക് അടിപൊളിയാണ്. നല്ല തൂവൽ വരാനും മുട്ടയുടെ പ്രൊഡക്ഷൻ കൂട്ടാനും ഇത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, 1 മാസം മുമ്പ് ഞാനൊരു അരയന്നത്തിൻ്റെ മുട്ട കോഴിക്ക് അടവെച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ എത്രയോ ആൾ ചോദിച്ചിട്ടുണ്ട്, ആ മുട്ട വിരിഞ്ഞോ, അരയനുണ്ടായോ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മുട്ട വിരിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വിഷമം ഞങ്ങൾ അറിയിക്കുകയാണ്. അത് എൻ്റെ വിഷറി വാലൻ കോഴി 45 ദിവസം വെറുതെ കിടന്ന് അത് വിരിയില്ല എന്നും 2 അഭിപ്രായം അന്നേ ഉണ്ടായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്ന പോലെ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 33 ദിവസം മുതൽ 45 ദിവസം വരെ ഇതിൻ്റെ അടയിരിക്കുന്ന ടൈം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 45 ദിവസം കഴിഞ്ഞ് ഞാൻ മുട്ട എടുത്ത് നോക്കിയപ്പോൾ അത് വിരിഞ്ഞില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കാൻഡിൽ ടെസ്റ്റ് ഒന്നും ഞാൻ ചെയ്ത് നോക്കിയിട്ടുമില്ല. അപ്പോൾ
ഭയങ്കര കട്ടിയുള്ള വലിയ മുട്ടായും കൊണ്ട് ടെസ്റ്റ് ചെയ്താലോ കറക്റ്റായിട്ട് അറിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് അത് കിടക്കട്ടെ. നമുക്കറിയാലോ കോഴിക്ക് അട വെച്ചാൽ വിരിയോ ഇല്ലേ എന്നുള്ള അറിയാലോ. നല്ല കോഴിയാണ്, നന്നായിട്ട് അട ഇരുന്നിട്ടുമുണ്ട്. ആകെ 4 മുട്ടായിന് വെച്ചത്. അതിനുള്ള സ്പേസേ ഉള്ളൂ, കാരണം വലിയ മുട്ടായതുകൊണ്ടേ. അപ്പോൾ ഏതായാലും വിരിഞ്ഞിട്ടില്ല. അത് എടുത്തു മാറ്റി ഈ കോഴി നമ്മൾ സ്വന്തമാക്കി വിട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പതിവ് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.